പ്ലിന്ത് ബീം കട്ട് ചെയ്യാതിരിക്കാൻ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പ്ലിന്ത് ബീം എന്താ അറിയാത്തവർക്ക് ഞാനിവിടെ ഫോട്ടോ കാണിക്കാം. ഇതാണ് പ്ലിന്ത് ബീം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ബാത്റൂം ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന പൈപ്പുകൾ, ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ പൈപ്പാണ് ഈ പറഞ്ഞ 4 ഇഞ്ച്, അതേപോലെ തന്നെ 2.5 ഇഞ്ച് പൈപ്പൊക്കെ വരുന്നത്. ഇത് സാധാരണ വരുന്ന നമ്മളെ തറ എന്നുള്ള ആ സ്ഥലത്ത് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് പ്ലിന്ത് ബീം. നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ അത് പ്ലിന്ത് ബീം ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പൈപ്പ് പുറത്തോട്ട് എടുക്കാനൊരു വഴിയില്ല, പിന്നെ പാതകത്തിൻ്റെ അടിയിലൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. അപ്പം ഇത് നമുക്ക് പ്ലിന്ത് ബീം തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നീട് ചെയ്യുന്നത് കോർ കട്ട് ചെയ്യേണ്ടി വരും. കോർ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റീൽ കട്ട് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ഡിസൈനിൽ ആ ഒരു എന്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുമെങ്കിൽ ആ പ്ലിന്ത് ബീം നടക്കുന്ന സമയത്ത് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്ലീവ്സ് എന്ന് ഉദ്ദേശിച്ചാൽ വെച്ചാൽ പൈപ്പ് തന്നെ കേട്ടോ. പൈപ്പ് തന്നെ ഇപ്പോൾ 2.5 ഇഞ്ച് പൈപ്പിനാണെങ്കിൽ നമുക്ക് 90 mm പൈപ്പ് കൊടുക്കാം. അതേപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പ്, അതിന് നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് 6 ഇഞ്ച് പൈപ്പ്. അത് ഓൾറെഡി അവിടെ ഡിസൈൻ ചെയ്തിട്ട് എത്ര ചുമരക്കൊന്ന് വിട്ട് വരും എന്നുള്ളത് ക്രോസായിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പ്ലിന്ത് ബീമിന് മുന്നേ തന്നെ പ്ലംബിങ്ങിൻ്റെ ഡിസൈൻ തീർക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിസൈനിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കാം. പ്ലിന്ത് ബീമിൽ ഈ പറഞ്ഞ മാതിരിക്ക് സ്റ്റീലിൽ എവിടെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തരും. ഇലക്ട്രിക്കൽ ഇതേപോലെ തന്നെ ഇത് കുറച്ച് പുറത്തോട്ട് പോകേണ്ട പൈപ്പുകളാണ്, ഈ എർത്തിൻ്റെത്, അതേപോലെ തന്നെ മെയിൻ ലീഡ്, അങ്ങനെ കുറച്ച് പൈപ്പുകളാണ്. അപ്പം ആദ്യം തന്നെ പ്ലിന്ത് ബീമിൽ വെർട്ടിക്കലി കട്ട് ചെയ്യാതെക്കാൻ. പ്ലിന്ത് ബീം അറിയാലോ വീടിൻ്റെ മൊത്തത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും സ്റ്റീൽ കട്ട് ചെയ്തു പോകും. പിന്നെ അത് ഓപ്പൺ അടിക്കുക എന്ന് പറഞ്ഞാൽ വൃത്തികേടാണേനോ പിന്നെ ഭാവിയിൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതായത് തന്നെ എത്ര കോൺട്യൂട്ട്സ് വരും, എത്ര മമ്മിൻ്റെ കോൺട്യൂട്ട്സ് വരും, അതിനും സ്ലേബുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലിന്ത് ബീം കട്ട് ചെയ്യാതെ ഒഴിവാക്കാൻ പറ്റും. ഞാൻ മുന്നേ പ്ലിന്ത് ബീം കട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും. അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ എനിക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. പ്ലിന്ത് ബീം കട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇനി പറഞ്ഞമാർക്ക് ഇൻകേസ് ഈ പറഞ്ഞമാർക്ക് അതിൻ്റെ സിമെൻറ്റ് മാത്രം ചുരണ്ടി എടുത്തിട്ട് കട്ട് ചെയ്താൽ പോലും നമ്മളത് പിന്നീട് പ്ലാസ്റ്റർ ചെയ്ത് ഉറപ്പിച്ചാൽ പോലും അതിൻ്റെ ഇതിലോട്ട് തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ പ്ലിന്ത് ബീമാണ് ഏറ്റവും അടിയിലാണ്, ഭൂമിയിലോട്ട് ഏറ്റവും ഈർപ്പൊക്കെ ഏറ്റവും കയറാൻ സാധ്യതയുള്ള ഏരിയയാണ്. ആ തുരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 വർഷമൊക്കെ നിൽക്കേണ്ട വീടിനെ ഈ പറഞ്ഞമാർക്ക് ഉറപ്പിനെ ബാധിച്ചിട്ട് അതിൻ്റെ കാലക്രമേണ പൊട്ടലുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പോയാലും കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പൊടിച്ചിട്ട് ആ ഒരു കോൺക്രീറ്റ് വലുതായി വന്നിട്ട് പൊട്ടുന്ന കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉള്ളോട്ട് ഈർപ്പെത്തിയിട്ട് അത് വരുന്നതാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യം തന്നെ തടഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിൻ്റെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.